എല്ലാവർക്കും BeatbyShahedലേക്ക് സ്വാഗതം. ഞാൻ Anu Sreenath. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി മിക്സർ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് മിക്സർ വാങ്ങാറ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മിക്സർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങാം. മിക്സർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം 2 കപ്പ് കടലമാവ് എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുത്തിട്ട് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ബൂന്തി എന്ന് പറഞ്ഞാൽ മിക്സറിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുന്ന സാധനമില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് മിക്സർ ഉണ്ടാക്കുന്നതിനുള്ള കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എണ്ണ ചേർത്തിട്ടുകൊണ്ട് കയ്യിൽ ഒട്ടില്ല. ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കുഴയ്ക്കുമ്പോൾ ഒട്ടുന്നെങ്കിൽ ഇച്ചിരി കൂടി എണ്ണ കയ്യിൽ തൂത്തിട്ട് കുഴച്ചെടുത്താൽ മതി. കുഴച്ച് നല്ല ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ സേവനാഴിയിലൂടെ ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പീച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ചെറിയ ലൂസ്നെസ് വേണം. എണ്ണ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലൂസ്നെസ് കിട്ടും. നന്നായിട്ട് അതിൽ നിന്ന് പീച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഫ്രൈ നന്നായിട്ട് കിട്ടില്ല. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ബൂന്തിക്ക് വേണ്ടിയുള്ള കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ബൂന്തി നല്ലോണം കോമളിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ദോശമാവിൻ്റെ അത്രയ്ക്കും കൺസിസ്റ്റൻസി എടുക്കണേ. ഇനിയിപ്പോൾ ഞാൻ സേവനാഴിയിലോട്ട് മിക്സർ ഉണ്ടാക്കാനുള്ള മിക്സ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ എടുത്ത കറക്റ്റ് ആയിരുന്നു. അത് ഫുള്ള് ഇതിനകത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി വെച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് പീച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഓരോ റൗണ്ട് ചെയ്താൽ മതി. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 30 സെക്കൻഡ് കൂടി മൊത്തം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മതി. ഒരുപാട് വേണ്ട, കരിഞ്ഞു പോകും. പിന്നെ അതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ കട്ടിയാവുമല്ലോ. ഇങ്ങനെ നമുക്ക് പല ട്രിപ്പായിട്ട് ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സർ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്കിത് കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. പൊട്ടി പൊട്ടി കിട്ടണ്ടേ. ഇപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൂന്തി റെഡിയാക്കാം. ബൂന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഹോളുള്ള വേണ്ട. അപ്പം ഞാനിതാ ഈ അരിപ്പ എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ പിന്നെ സ്റ്റീമറൊക്കെ കാണുമല്ലോ, അതുപോലെ ഹോളുള്ള ഏത് സാധനം എടുത്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഇങ്ങനെ ഞെക്കി പ്രസ് ചെയ്ത് കൊടുക്കണ്ട. കാരണം ഒരുപാട് ഒരുമിച്ച് അങ്ങോട്ട് വീണാൽ അതിലൂടെ കട്ടയാവും. അത് മെല്ലെ മെല്ലെ അങ്ങ് വീഴുമല്ലോ. പിന്നെ ഒരുപാട് സ്ലോയും ആക്കണ്ട. ആദ്യം കുറച്ച് നല്ല സ്പീഡ് വീണിട്ട് പിന്നെ അതിങ്ങനെ കട്ടയാവും അടിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ബൂന്തി ചെറുതായതുകൊണ്ടെങ്കിൽ ഇത് നിറച്ചു വിട്ടങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അന്നേരം അത് നല്ല കറക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുക്കുക. ബൂന്തി ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. 1.5 തൊട്ട് 2 മിനിറ്റ് വരെ മാക്സിമം മതി. ഇപ്പം ഞാൻ ബൂന്തി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മിക്സറിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ള നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് ഉണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടിരിക്കണ എണ്ണ, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് തരും. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തോണം. അടുത്തത് ഞാൻ ഫ്രൈ ചെയ്തിരുന്ന പൊട്ടുകടല. ഇതൊരു 1/4 കപ്പ് ഉണ്ട്. ഇത് നമ്മുടെ കറുത്ത കടലയുടെ പരിപ്പ്, എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് വെറുതെ കഴിക്കാനും ഇത് നല്ലതാണ്. അടുത്ത കപ്പലണ്ടി ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ടാണ് എടുക്കുന്നത്. വെള്ളം വാലാൻ വെച്ചിട്ട് വെള്ളമൊക്കെ പോയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കാൻ. കപ്പലണ്ടി ഫ്രൈ ചെയ്യാൻ മാത്രം ഇത്തിരി സമയം എടുക്കും.
അത് ഉള്ളൊക്കെ നല്ല തിക്കല്ലേ, അപ്പോൾ നല്ലോണം ഫ്രൈ ആയി കിട്ടണ്ടേ. പിന്നെ ഈ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതിൻ്റെയൊക്കെ അളവും ഏതൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് ഇടുന്നതൊക്കെ ഇഷ്ടമായിരിക്കും, അപ്പോൾ ഒരുപാടൊക്കെ ഇടുക. അതൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം നമുക്ക്. ഇനി അടുത്ത ഞാൻ ചേർക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി 2 കുടം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. വെളുത്തുള്ളി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും ഒരുമിച്ച് നമുക്ക് കോരി മാറ്റാം. ഇപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സറിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. പച്ചപ്പട്ടാണിയൊക്കെ നല്ലതാണ് മിക്സറിലോട്ട്, ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. മിക്സർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കായവും കൂടി ചേർക്കാം. മുളക് പൊടി കുറച്ചും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്, നല്ല എരിവുള്ള മിക്സർ കിട്ടും. ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്, കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം, അപ്പോൾ എല്ലായിടത്തും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ നന്നായിട്ട് എത്തും. അപ്പോൾ ഇതാ മിക്സർ റെഡി ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ, ഒരുപാട് ജോലിയൊന്നുമില്ല. മാവൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മിക്സർ കഴിക്കണം തോന്നുമ്പോൾ കടയിൽ പോയി വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല എണ്ണയിലൊക്കെ ഉണ്ടാക്കാം, ഹെൽത്തി ആവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുറേ ഉണ്ടാക്കി വെച്ചാലൊക്കെ അവർ കഴിച്ചോളൂല്ലോ, ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ കമൻസ് ഒക്കെ പറയണം കേട്ടോ. കമൻസ് ഒക്കെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ കമൻറ്റ് തരണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ താഴെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ചെയ്തേക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.